പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഏപ്രിൽ മാസം 23 വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഒന്ന് ഉയർത്തി പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. എന്തിനാണ് കർത്താവിന് സ്തോത്രം പറഞ്ഞ്? നമുക്ക് ഇങ്ങനൊരു അവസരം തന്നതിനായിട്ട്. വെറുതെ അല്ല സ്തോത്രം പറഞ്ഞു. ഓരോ സ്തോത്രം പറയുമ്പോഴും അതെന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു. കർത്താവ് ഇങ്ങനൊരു സമയം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചത് ഓർക്കുമ്പോൾ അപ്പാ നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നത് ഓർക്കുമ്പോൾ നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചത് ഓർക്കുമ്പോൾ കർത്താവിന് സ്തോത്രം, 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നത് ഓർക്കുമ്പോൾ കർത്താവിന് സ്തോത്രം, 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ. ഈ പകൽക്കാലം അത്ഭുതമായി, അതിശയമായി, ശ്രേഷ്ഠമായി ഞങ്ങളെ നടത്തുന്നതോർത്ത് കർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. അപ്പം ഞങ്ങൾ ഒരിക്കലൂടെ ഞങ്ങളുടെ കരങ്ങളെ ഉയർത്തി പറയുന്നു, ഞങ്ങളുടെ കർത്താവ് നല്ലവനാകുന്നു, ഞങ്ങളുടെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങ് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവ്, അങ്ങേക്ക് ആരുടെയും സഹായം വേണ്ട അത്ഭുതങ്ങളെ ചെയ്യുവാൻ. അങ്ങ് അത്ഭുതമല്ല, അങ്ങ് മഹാ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളായ ഞങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മഹാ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് എത്ര നല്ലവൻ, അങ്ങ് എത്ര മതിയായവൻ, അങ്ങേപ്പോലെ മറ്റാരുമില്ലല്ലോ. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവേ, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്ന കർത്താവേ, അങ്ങേ ഞങ്ങൾ ഉയർത്തുന്ന കർത്താവേ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്തു. രാവിലെ ഉണർന്ന് കർത്താവിന് സ്തോത്രം പറയുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, ഞങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ഞങ്ങളുടെ സന്നിധിയിൽ വെക്കുവാൻ, അങ്ങയുടെ തിരുശബ്ദം കേൾക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് തന്ന ഈ വലിയ പദവിക്കായിട്ട് സ്തോത്രം ചെയ്തു. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഓരോരുത്തരെയും പിതാവിൻ്റെ കരങ്ങളിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ചു തരിക. ഓരോരുത്തരുടെ മേലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹത്തെ റിലീസ് ചെയ്യുന്നു. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ തരത്തിലുള്ള രോഗശക്തികളും തൻ്റെ കുഞ്ഞുങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. കർത്താവേ, ഇത് അങ്ങയുടെ മന്ദിരമാണ്, അങ്ങയുടെ ആത്മാവ് ഈ മന്ദിരത്തിൽ വസിക്കുന്നത്. ആമേൻ. ഇത് രോഗം വസിക്കേണ്ട സ്ഥലമല്ല. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗശക്തികളോടും വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. നിങ്ങളുടെ തലയിലേക്ക് നിങ്ങൾ കൈവച്ചിട്ട് പറഞ്ഞാണ്ട്, ഇത് ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു, ദൈവത്തിൻ്റെ ആത്മാവാകുന്നു ഈ മന്ദിരത്തിൽ വസിക്കുന്നത്. അതുകൊണ്ട് രോഗമല്ല വസിക്കുന്നത്. രോഗശക്തികളോട് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ഈ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാൻ. ആരോഗ്യവും ദീർഘായുസ്സും യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ആരോഗ്യവും ദീർഘായുസ്സും യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. കർത്താവെ, അതുപോലെ കർത്താവ് നിരാശ പിടിച്ച് ഭയം പിടിച്ചിരിക്കുന്നവരെ ഓർക്കുന്നു. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ഭയവും നിരാശയും അവരെ വിട്ടുപോകട്ടെ. ഭയവും നിരാശയും തൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടുപോകട്ടെ. അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ കർത്താവെ അതിനകത്തുനിന്ന് വിടുതൽ പ്രാപിക്കട്ടെ. പ്രത്യേകമായ ഈ സ്പെഷ്യൽ ടൈമിൽ കർത്താവിൻ്റെ പ്രത്യേക പ്രൊവിഷൻസ്, കർത്താവ് ഡിഫിക്കൽട്ട് ടൈംസിൽ സ്വർഗീയ പ്രൊവിഷൻസുകളെ കർത്താവ് തന്നെ മക്കൾക്ക് ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ഡിവൈൻ പ്രൊവിഷൻസിൻ്റെ ആക്സസ് തൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ. സ്വർഗീയമായ ആമേൻ, 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 ആമേൻ പ്രൊവിഷനുകൾ, കരുതലുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ തൻ്റെ മക്കൾക്ക് ലഭിക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവെ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ പഠിക്കാൻ ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും കൃപയും കൊടുത്ത് അനുഗ്രഹിക്കണം. ഉയർച്ച കൊടുക്കണം, ഉന്നതമായ വിജയം കൊടുക്കണം. അതുപോലെ വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതകരമായി അവരുടെ വിവാഹം നടക്കട്ടെ. ആമേൻ. കർത്താവെ, ആമേൻ, എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ. നിയമപരമായി ആമേൻ ഒക്കെയുള്ള വിഷയങ്ങളുടെ മേൽ ദൈവികമായ അത്ഭുതങ്ങൾ ഇന്നത്തെ പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. അധികാരികൾ കർത്താവെ, ആമേൻ, എല്ലാവരെയും ഞങ്ങൾ അങ്ങനെ കരങ്ങളിൽ തരുന്നു. കർത്താവിൻ്റെ കരം തൻ്റെ കുഞ്ഞുങ്ങൾക്കായിട്ട് ഇന്ന് പകൽ വിവിധ ദേശങ്ങളിൽ അത്ഭുതകരമാവണ്ണം പ്രവർത്തിക്കുന്നതിന് സ്തോത്രം.
കർത്താവ് പ്രവർത്തിച്ചിരിക്കുന്നല്ലോ. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ലോകമെമ്പാടും കർത്താവിനെ സ്നേഹിച്ച് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും കർത്താവ് പ്രതിഫലം കൊടുക്കണം, വലിയ വളർച്ച കൊടുക്കണം, ഉയർച്ച കൊടുക്കണം. അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ ഇടവരണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാളെ രാവിലെ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെയാണ് കർത്താവിൽ നമ്മൾ സഭായോഗത്തിനായി ശരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകം പ്രാർത്ഥിക്കണം, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പങ്കെടുക്കുക. ഇന്ന് പ്രഭാതത്തിൽ ഇന്നലെ നമ്മൾ കമ്പാരിസണെ കുറിച്ചാണ് പഠിച്ചത്. മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്. ഇന്ന് കർത്താവ് പഠിപ്പിക്കുന്ന യൂണിറ്റിയെക്കുറിച്ചാണ്. യൂണിറ്റി, ദൈവരാജ്യത്തിലെ ഒരു മഹത്തായ സിസ്റ്റമാണ് യൂണിറ്റി എന്ന് പറയുന്നത്. യൂണിറ്റി എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ടെക്നോളജിയാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒരാളല്ല, നിങ്ങളെല്ലാവരും സഭയോട് പറയുക, ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കും. ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കും. അപ്പം ഈ യൂണിറ്റി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു സിസ്റ്റമാണ്. മൾട്ടിപ്ലിക്കേഷൻ, അതായത് വർധനവിനുള്ള ഒരു ദൈവിക സിസ്റ്റമാണ് ഐക്യത എന്ന് പറയുന്നത്. ഡിസ്യൂണിറ്റി എന്ന് പറയുന്നത് പൈശാചികമായ ഒരു പദ്ധതിയാണ്. എന്തിനു വേണ്ടി? തകർക്കാനുള്ള പൈശാചികമായ പദ്ധതിയാണ് ഭിന്നത. അപ്പോൾ ഐക്യത എന്ന് പറയുന്നത് ദൈവിക പദ്ധതിയാണ്. എന്തിനു വേണ്ടിയുള്ള? വളർച്ചയ്ക്കും വർധനവിനും ഉയർച്ചയ്ക്കും വേണ്ടിയുള്ള ദൈവിക പദ്ധതിയാണ് ഐക്യത എന്ന് പറയുന്നത്. ഭിന്നത എന്ന് പറയുന്നത് ശത്രുവിൻ്റെ പദ്ധതിയാണ്. എന്തിനെ? തകർക്കുവാൻ, നശിപ്പിക്കുവാൻ, നമ്മുടെ ദൈവിക പദ്ധതിയിൽ നമ്മളെ അകറ്റിക്കളയുവാനൊക്കെയുള്ള ഒരു ശത്രുവിൻ്റെ പദ്ധതിയാണ് ഭിന്നത എന്ന് പറയുന്നത്. അപ്പോൾ എന്തുവാണ് വേദപുസ്തകം പറയുന്ന ഐക്യത എന്ന് പറയുന്നത്? അതായത് ഐക്യത എന്ന് പറഞ്ഞാൽ ഒരേ ഹൃദയം, ഒരേ പർപ്പസ്, ഒരേ ഡയറക്ഷൻ. അത് ആ ഡയറക്ഷൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ഡയറക്ഷൻ ആയിരിക്കണം. ഒരേ ഹൃദയം, ഒരേ പദ്ധതി, ഒരേ ഡയറക്ഷൻ, അതായത് ദൈവത്തിൽ നിന്ന് ലഭിച്ച ഒരേ ഡയറക്ഷൻ. ഇപ്പം നമ്മൾ പഴയ കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ കൈവണ്ടികളുണ്ടായിരുന്നു, വണ്ടി തള്ളിക്കൊണ്ട് പോവുക. അപ്പം ഈ തെള്ളുന്ന 3 പേർക്കും 4 പേർക്കും ഒറ്റ മനസ്സാണ്, ഈ വണ്ടി എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തിക്കണം. അവർ 3 പേരും അല്ലെ 4 പേരും ഒന്നിച്ചായത് തള്ളുന്നത്. ഒരേ മനസ്സോടെ അവരുടെ ഒരേ ശക്തിയും ഒരേ ഹൃദയവും ഒരേ ഡയറക്ഷനിലാണ്. ഇപ്പോൾ ഒരാൾ ഞാൻ ഒന്ന് വലിഞ്ഞു നിൽക്കാം എന്ന് വിചാരിച്ചാൽ അവൻ പുറകോട്ട് പിടിക്കുകയോ അവൻ സൈഡിലോട്ട് പിടിക്കുകയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അപ്പം ഇതിൻ്റെ വേഗത അങ്ങ് കുറയും. അപ്പം യൂണിറ്റി എന്ന് പറയുന്നത് എന്തുവാ? ഈ ഒരേ മനസ്സ്, ഒരേ ഹൃദയം, ഒറ്റ പദ്ധതി, പർപ്പസ് ഒന്നായിരിക്കും. ഡയറക്ഷൻ അത് ദൈവിക ഡയറക്ഷൻ ആയിരിക്കും, അതുമായിരിക്കും. അതാണ് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, വായിച്ച് കേൾപ്പിക്കാം. അവിടെ പറയുന്നത് ഇതാ, നീ എന്നെ അയച്ചിരിക്കുന്നത് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന്. ആരാ? വിശ്വാസത്തിലായ ദൈവമക്കൾ എല്ലാവരും, യേശുവിൽ വിശ്വസിച്ച് എല്ലാവരും ഒന്നാകേണ്ടതിന്. പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവർ. അപ്പം വൺനെസ്, ഒരേ ഹൃദയം, ഒരേ ആഗ്രഹം, ഒരേ ഡയറക്ഷൻ, ഒരേ പ്ലാനുകളാണ് എന്ത് പറയുന്നത്? ഈ ഐക്യത എന്ന് പറയുന്നത്. അപ്പം ശ്രദ്ധിച്ച് കേട്ടാട്ടെ. അപ്പോൾ അതാണ് ഐക്യത എന്ന് പറയുന്നത്, യേശു പറഞ്ഞ കാര്യം. ഇനിയും നമ്മൾ ഐക്യതയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ചിന്തിച്ചാൽ, യൂണിറ്റി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്ലാനാണ്. അവൻ എന്ത് ചെയ്തു? ദൈവം മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം തകർന്നു പോയപ്പോൾ, ആദമിലൂടെ തകർന്നു പോയപ്പോൾ യേശു ക്രിസ്തുവിൽ എന്ത് ചെയ്തു? മനുഷ്യനെയും ദൈവത്തെ ഒന്നാക്കുവാൻ, മനുഷ്യനെയും തമ്മിൽ ഒന്നാക്കുവാൻ യേശുവിനെ ക്രൂശന്മേൽ യാഗമാക്കി. എന്തിനു വേണ്ടിയായിരുന്നു? വൺനെസ് കൊണ്ടുവരുവാനാണ്. ഇരുപക്ഷത്തെയും ഒന്നാക്കേണ്ടത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞു, ഇരുപക്ഷത്തെയും ഒന്നാക്കേണ്ടതിന് വേണ്ടിയാണ് ചെയ്തത്. നമ്മൾ നോക്കുമ്പോൾ ഈ ഐക്യത എവിടെ കാണുവാൻ കഴിഞ്ഞു? ആദിമ സഭയ്ക്കകത്ത്. അപ്പോസ്തലർ പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവരൊരു മനസ്സോടെ, ഒരു ഹൃദയത്തോടെ, ഒരു താല്പര്യത്തോടെ അവർ ഒന്നിച്ചു കൂടിയിരുന്നപ്പോൾ എന്തുപറ്റി? അവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പകർച്ചയുണ്ടായി, സ്വർഗീയ കൈമാറ്റങ്ങൾ ഉണ്ടാകുവാൻ കാരണമായി തീരുന്നു. ഈ ഐക്യതയുടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വടി കൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു 3-4 വടികൾ ഒന്നിച്ച് കെട്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചാലോ
അത് ഒടിയാനുള്ള സാധ്യത ഭയങ്കര വിരളമാണ്. അതാണ് ഐക്യതയുള്ള കുടുംബം തകരാൻ സാഹചര്യമില്ല. എന്നാൽ ഐക്യതയില്ലാത്ത യൂണിറ്റി ഇല്ലാത്ത കുടുംബം എന്തു പറ്റും? പെട്ടെന്ന് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ ഒരു നെഗറ്റീവായ കാര്യമാണെങ്കിൽ പോലും ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ യഹോവ ഇതാ ജനമൊന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു, അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകുകയില്ല എന്ന് പറഞ്ഞു. ഇതാ ജനമൊന്ന്, അവർക്ക് ഭാഷയൊന്ന്, അവരുടെ നിരൂപണമൊന്ന്. അതുകൊണ്ട് എന്താ, അവർ ചെയ്യുന്നതൊന്നും എന്നാ പറ്റുന്നത്? അവർക്ക് അസാധ്യമാകത്തില്ല. അപ്പോൾ യൂണിറ്റി ഗേവ് ദം പവർ. അതാണ് ഐക്യതയുടെ ശക്തി എന്ന് പറയുന്നത്. സോ അപ്പോൾ ഐക്യതയുള്ള റോങ് ഡിസിഷനിൽ നിൽക്കുന്നവർക്കും ഒന്നിച്ചു പോകാൻ പറ്റുമെങ്കിൽ, നീതിമാന്മാരായ ദൈവത്തിൻ്റെ മക്കൾ ഐക്യതയോടെ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഐക്യതയുണ്ടെങ്കിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഐക്യതയുണ്ടെങ്കിൽ, സഭയ്ക്കകത്ത് ഐക്യതയുണ്ടെങ്കിൽ എന്തു പറ്റും? അവിടെ വലിയ കാര്യങ്ങളെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു വർക്ക് പ്ലേസിൽ പോലും നമ്മൾ അവിടെ ഇരുന്ന് ഏഷണിയും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്ത് പറ്റും? അത് തകർന്നു പോകും. മറിച്ച് ജോലി ചെയ്യുന്നവർ ഒരാഗ്രഹത്തോടെ, ഒരു മനസ്സോടെ, ഒറ്റ താല്പര്യത്തോടെ ചെയ്താൽ അവിടെ ഭയങ്കര പ്രൊഡക്ടിവിറ്റി ഉണ്ടാകും. കാര്യങ്ങൾക്ക് വലിയ വർധന ഉണ്ടാകും. അപ്പം ഭിന്നതയുള്ളിടത്ത് എന്തൊക്കെയുണ്ട്? അവിടെ ശക്തി കുറഞ്ഞു പോകും. അവരെക്കുറിച്ചുള്ള പദ്ധതിയിൽ അവർക്ക് എത്തിച്ചേരാൻ താമസം വരും. ശത്രുവിന് പ്രവേശനത്തിലുള്ള വഴി തുറന്നു കൊടുക്കുക. അതാണ് മർക്കോസിന് സുവിശേഷത്തിൽ പറഞ്ഞ്, ഒരു ഭവനം തന്നെത്താൻ ചിന്തിരിച്ചാൽ അവിടെ എന്തു പിശാചിനുള്ള അവർക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. കാരണം പൈശാചികമായ ഇടപെടലുകൾ അവിടെ ഉണ്ടാക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുടുംബത്തിലാണെങ്കിലും എന്തു ചെയ്യണം? പെട്ടെന്ന് ക്ഷമിക്കണം. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്നിട്ട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. എ പ്രേയിങ് ഫാമിലി എന്ന് പറയുന്നത് ഈസ് എ യുണൈറ്റഡ് ഫാമിലി. ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരസ്പരം ക്ഷമിക്കുക. അത് കഴിഞ്ഞിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ വർക്ക് പ്ലേസിലാണല്ലോ, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത്. അപ്പം നമ്മളെ ഈ സന്ദേശം കേൾക്കുന്നത് നിങ്ങളായിരിക്കുന്നിടത്ത് എന്തുണ്ട് കൊണ്ടുവരേണ്ടത്? യൂണിറ്റി കൊണ്ടുവരേണ്ടത്. നിങ്ങളുടെ ഭവനത്തെ യൂണിറ്റി കൊണ്ടുവരുവാൻ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് യൂണിറ്റി കൊണ്ടുവരുവാൻ, നിങ്ങളുടെ സിബ്ലിങ്സിൻ്റെ ഇടയിൽ യൂണിറ്റി കൊണ്ടുവരുവാൻ, നിങ്ങളുടെ കൂട്ടുകാരുടെ യൂണിറ്റി കൊണ്ടുവരുവാൻ കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുപോലെ തന്നെയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് യൂണിറ്റി കൊണ്ടുവരുവാൻ കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവിടെ യേശുവിന് പറയുക, നിങ്ങളുടെ ക്യാബിനകത്തിരുന്ന് മറ്റുള്ളവരുടെ കുറ്റം പറയരുത്. നിങ്ങൾ 3-4 പേര് വരുന്ന മറ്റുള്ളവരുടെ കുറവുകൾ പറയരുത്. നിങ്ങളുടെ മുകളിലുള്ള ലീഡർഷിപ്പിനെ നിങ്ങൾ ബഹുമാനിക്കണം. ഒരേ പദ്ധതിയോടുകൂടെ ഒന്നിച്ച് ജോലി ചെയ്യണം. അപ്പോൾ ഇത് തന്നെയാണ് രാജ്യത്തിൽ നടക്കേണ്ടത്. ഇത് തന്നെയാണ് സഭയിൽ നടക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ എന്തു പറ്റും? വലിയ വേഗതയിൽ ദൈവസഭയും ദൈവമക്കളും ഒക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടവരും. ഹല്ലേലൂയ. കരമുയർത്തി പറ, ഞാൻ ഐക്യതയുടെ ഒരു വക്താവായിരിക്കും. ഒന്നുകൂടെ പറഞ്ഞ്, ഞാൻ ഐക്യതയുടെ വക്താവാകും. ഞാൻ എൻ്റെ കുടുംബത്തിൽ ഐക്യത കൊണ്ടുവരും. എൻ്റെ ചാർച്ചക്കാരുടെ ഇടയിൽ ഐക്യത കൊണ്ടുവരും. ഞാൻ എൻ്റെ ദേശത്ത് ഐക്യത കൊണ്ടുവരും. ജോലി സ്ഥാപനത്തിൽ ഐക്യത കൊണ്ടുവരും. ഞാൻ ആയിരിക്കുന്നിടത്തോ സഭയിലും എല്ലാം ഞാൻ ഐക്യത കൊണ്ടുവരുന്ന വ്യക്തിയായിരിക്കും. ഒന്നുകൂടെ ഉറക്കെ പറയാമോ? ഞാൻ ഐക്യത കൊണ്ടുവരുന്ന വ്യക്തി. കാരണം അത് ഐക്യതയില്ലാത്തത്, ഭിന്നത തകർച്ചകളെ കൊണ്ടുവരുമ്പോൾ ഞാൻ ഐക്യതയുടെ ആത്മാവിനാലാണ് നിറയപ്പെട്ടത്. യേശു ക്രിസ്തു ഐക്യതയുടെ ആളാണ്. പരിശുദ്ധാത്മാവ് ഐക്യത കൊണ്ടുവരുന്ന ആത്മാവാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ എന്തുകൊണ്ടിരുന്നവരായിരിക്കണം? ഐക്യത കൊണ്ടിരുന്നവരായിരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലായിടത്തും ഞങ്ങളോട് ഐക്യത ഉണ്ടാകുവാൻ ഇടവരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കണ്ണി നമ്മുടെ ആയുഷ്കാലം ഒക്കെയും നമ്മളെ പിന്തുടരും. കരങ്ങൾ ഉയർത്തിപ്പറ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. നിങ്ങളുടെ ഭവനം ഐക്യതയുള്ള ഭവനമായി മാറട്ടെ. നിങ്ങളുടെ സഭ ഐക്യതയുള്ളതായി മാറട്ടെ. നിങ്ങളുടെ ദേശവും നിങ്ങളുടെ വർക്ക് പ്ലേസും യേശുവിൻ്റെ നാമത്തിൽ ഐക്യതയുള്ള സ്ഥലമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു.